എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി ഫിഷ് കറിയാണ് കേട്ടോ. സാധാരണ നമ്മൾ ഫിഷ് കറി വെക്കുന്ന ആ ഒരു രീതിയിലുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു അടിപൊളി ഫിഷ് മസാലയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ ഉച്ചക്ക് ചോറിൻ്റെ കൂടെയോ കപ്പ, അതേപോലെ നെയ്പത്തിൽ, പൊറോട്ട എന്തിൻ്റെ കൂടെയും നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു അടിപൊളി സൂപ്പർ ടേസ്റ്റുള്ള ഫിഷ് മസാലയാണ്. ചെയ്യാൻ വേണ്ടിയിട്ടും വലിയ പാടൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഈ ഒരു ഫിഷ് മസാല ഇഷ്ടമുള്ളവർ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു അടിപൊളി ഫിഷ് മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു ഫിഷ് മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗവിൽ ഞാൻ ഇതുപോലൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ പാന് അത്യാവശ്യം ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ ഒരു 4-5 വറ്റൽ മുളക് നമുക്കിതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം, അതായത് ഫെനൽ സീഡ്സ്, വലിയ ജീരകമാണ് കേട്ടോ. അതിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ സാധാരണ ജീരകം, അതായത് ക്യൂമിൻ സീഡ്സ് ആണ് കേട്ടോ. ഇതിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ മാറിപ്പോയി കഴിഞ്ഞാൽ ആ ഒരു കറിയുടെ ടേസ്റ്റ് ആകെ മൊത്തം അങ്ങോട്ട് മാറിപ്പോകും കേട്ടോ. അതാണ് ഞാനത് പിന്നെയും എടുത്തു പറയുന്നത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കറിക്ക് നല്ലൊരു തിക്കായിട്ടുള്ള ഗ്രേവി, അതായത് കൊഴുപ്പോട് കൂടിയിട്ടുള്ള ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 4-5 അണ്ടിപ്പരിപ്പും കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഈ ഒരു വലുപ്പത്തിലുള്ള 2 ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടി ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കാം കേട്ടോ. ഇതിൻ്റെ ആ ഒരു പച്ചമണം നമുക്ക് നന്നായിട്ടൊന്ന് മാറിക്കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കാം. ഇതിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം കറക്റ്റായിട്ടൊന്ന് മാറി വരുന്ന സമയത്ത് ഇനി നമുക്ക് ഈ ഒരു കറിക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർക്കുന്ന സമയത്ത് നമ്മുടെ കറിക്ക് നല്ലൊരു കളർ ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടി. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, അതിൻ്റെ അളവ് എന്ന് പറയുന്നത് ഒരിക്കലും കൂടിപ്പോകരുത്. ഈ ഒരു അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി ഈ ഒരു പൊടികളുടെ പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു പൊടികളുടെ പച്ചമണമൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തിട്ടെടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ ചൂടൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിത് മുഴുവനായിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അരച്ചെടുക്കുന്നതിന് മുന്നേ ഈ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു 3-4 പച്ചമുളകും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വഴറ്റിയെടുത്തിട്ടുള്ള ആ ഒരു പാനിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട് അത് നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്കിത് ആദ്യം ഒന്ന് അരച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഈ ഒരു രീതിയിൽ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കങ്ങ് മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് മറ്റൊരു പാനിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലുള്ള നാടൻ കറികളൊക്കെ വെക്കുന്ന സമയത്ത്, അത് പ്രത്യേകിച്ച് ഈ ഒരു മീൻ കറിയൊക്കെ വെക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയായിരിക്കും എപ്പോഴും കൂടുതൽ നന്നായിട്ടുണ്ടാവുക. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലോട്ട് മീഡിയം സൈസുള്ള 3 സവാള ഇതുപോലെ സ്ലൈസ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ട് നമുക്കിതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തേക്കാം. ഈ ഒരു സവാളയുടെ കളർ അത്യാവശ്യം നന്നായിട്ടൊന്ന് മാറി ഒരു ബ്രൗൺ കളറായിട്ട് വരണം. അതുവരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ വഴറ്റിയെടുക്കാൻ തുടങ്ങിയിട്ടുള്ള ആ ഒരു സവാളയുടെ കളറൊക്കെ അത്യാവശ്യം ഇതുപോലെ നന്നായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു കളറായിട്ട് വരണം കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു പേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു സവാളയിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് തന്നെ നമ്മൾ മിക്സിയുടെ ജാറിൽ ഒരു 1/4 ഗ്ലാസ് അളവിൽ ഇളം ചൂടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു മസാലയുടെ പച്ചമണവും ആ ഒരു പച്ച ഫ്ലേവറൊക്കെ കറക്റ്റായിട്ട് മാറിക്കിട്ടണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു മീൻ കറിക്ക് നമ്മൾ ഉദ്ദേശിച്ച കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഒരു 2-3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് നമുക്കിത് ഈ ഒരു മസാലയൊക്കെ വറ്റിച്ചെടുത്ത് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ കറക്റ്റായിട്ടൊന്ന് മാറ്റിയിട്ടെടുക്കാം.
അപ്പോൾ നമ്മുടെ മസാലയിൽ ആ ഒരു വെള്ളമൊക്കെ വറ്റി മസാല കറക്റ്റായിട്ട് വഴണ്ടി വന്ന് ആ ഒരു പച്ചമണമൊക്കെ കറക്റ്റായിട്ടൊന്ന് മാറിക്കിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കുടംപുളിയാണ് കേട്ടോ. ഈ ഒരു കുടംപുളി നന്നായിട്ട് കഴുകി ഇത് ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു ക്വാണ്ടിറ്റിയിൽ മാത്രം മതി, ഒരുപാട് കൂടുതൽ വേണ്ട കേട്ടോ. കുടംപുളി നന്നായിട്ടൊന്ന് കഴുകി ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് കുടംപുളി ഒന്ന് കുതിർത്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു മസാലയിലോട്ട് നമുക്കിത് അങ്ങോട്ട് ചേർത്ത് കൊടുത്തേക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം കേട്ടോ. ഒരു 2-3 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം ചേർക്കുന്ന സമയത്ത് നല്ല ചൂടുള്ള വെള്ളം വേണം നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വെള്ളം ചേർക്കുന്ന ആ ഒരു വീഡിയോ ഇതിൽ റെക്കോർഡായിട്ടില്ല. ആ ഒരു സമയത്ത് വീഡിയോ ഓഫായിട്ട് കിടക്കായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും എരിവും പുളിയും ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക. എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എരിവും പുളിയും എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ നന്നായിട്ട് കുറുകി വരണം. അപ്പോഴായിരിക്കും നമ്മൾ മീൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ കൂടുതൽ നന്നായിട്ടുണ്ടാവുക. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അയലയാണ് കേട്ടോ. അയല നന്നായിട്ട് കഴുകി ഒരു 10 മിനിറ്റ് മുന്നേ അതിനാവശ്യമായിട്ടുള്ള ഉപ്പും അതേപോലെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു മീനിൻ്റെ കഷ്ണത്തിലൊക്കെ കറക്റ്റായിട്ട് എരിവും പുളിയും ഒക്കെ പിടിച്ചോളും. അപ്പോൾ കറക്റ്റായിട്ട് ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അയല നമുക്കിനി ഈ ഒരു തിളച്ചുകൊണ്ടിരിക്കുന്ന ഗ്രേവിയിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം. ഇനി നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇതുപോലുള്ളൊരു തവി വെച്ചിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലുള്ള മീൻ കറിയൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ മീനിട്ട ഉടനെ ഒരുപാട് ബലം കൊടുത്തിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. നമ്മുടെ മീനൊക്കെ എല്ലാം കൂടി അങ്ങോട്ട് ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചിട്ടെടുക്കാം. ഇതുപോലെ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ഇടയ്ക്കിടെ നമ്മുടെ കറി ഇതുപോലെ ഒന്ന് ഒരു തവി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു പീസിലൊക്കെ കറക്റ്റായിട്ട് അതിൻ്റെ ഗ്രേവി അങ്ങോട്ട് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കറി 1/4 ഭാഗം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യുന്നതിന് ഒരു 5 മിനിറ്റ് മുന്നേ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു 6 ടേബിൾ സ്പൂൺ അളവിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ. തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് നമ്മൾ ഈ ഒരു കറി റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ കറിക്ക്. അപ്പോൾ ഒരു കറക്റ്റ് ഒരു 6 അല്ലെന്നുണ്ടെങ്കിൽ ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോഴായിരിക്കും നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 5 മിനിറ്റും കൂടി നമുക്കിത് അടച്ചു വെച്ചിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട്. കറിയൊക്കെ നന്നായിട്ട് തിളച്ച് അതിലെ എണ്ണയൊക്കെ കണ്ടോ സൈഡിൽ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു കറക്റ്റ് പരുവത്തിൽ ആയി കിട്ടണം കേട്ടോ. അപ്പോഴായിരിക്കും നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി അവസാനമായിട്ട് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണ. സാധാരണ നമ്മളെല്ലാ മീൻ കറിയിലും ചെയ്യുന്നത് പോലെ തന്നെ. അതേപോലെ സാധാരണ നമ്മൾ കറിവേപ്പിലയാണ് എല്ലാ കറികളും ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ ഞാൻ ഇതിന് പകരമായിട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിതിൻ്റെ മുകളിലോട്ടായിട്ട് ഇട്ട് കൊടുക്കാം. അതേപോലെ ഒരു 1/4 ടീസ്പൂൺ ഇല്ല കേട്ടോ, ഒരു പിഞ്ച് ഉലുവ പൊടിച്ചെടുത്തതും കൂടി ഞാൻ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു വെളിച്ചെണ്ണയും മല്ലിയിലയുടെ ആ ഒരു ഫ്ലേവറും ഉലുവയൊക്കെ കറിയിൽ നന്നായിട്ട് അങ്ങോട്ട് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള നമ്മുടെ മീൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. സാധാരണ നമ്മൾ മീൻ കറിയിൽ നിന്നും ഇച്ചിരി ഒന്ന് വ്യത്യസ്തമായിട്ടുള്ള രുചിയാണ് ഈ ഒരു കറിക്ക്. ഇത് നമ്മുടെ ചപ്പാത്തി, പൊറോട്ട, അതേപോലെ പൂരി, നമ്മുടെ ഈ ചോറ്, അതേപോലെ എന്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനായിട്ടുള്ള ഒരു അടിപൊളി കറിയാണ്. പിന്നെ ഒരു പ്രത്യേക കാര്യം ഒന്ന് പറഞ്ഞോട്ടെ, ഞാൻ ഈ ഒരു കറിയിൽ അയിലയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് ഏത് മീൻ വെച്ചിട്ടും ഈ ഒരു മീൻ മസാല റെഡിയാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഈ ഒരു മീൻ മസാല ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ നമ്മുടെ ഈ ഒരു ഫാമിലിയിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യട്ടോ. അപ്പോൾ നാളെ ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.